റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ബസുക്ക തിയേറ്ററിലെത്തി നല്ല രീതിയിൽ തിയേറ്ററിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനിടയ്ക്ക് ഇപ്പോൾ എവിടെയൊക്കെ കുറേ ആളുകൾക്ക് ബസുക്ക ഒരു പരാജയ സിനിമയാണെന്ന് സ്ഥാപിച്ചെടുക്കണം, അല്ലെങ്കിൽ നസ്ലിൻ്റെ ഒരു സിനിമയോടൊപ്പം മമ്മൂക്കയുടെ ഒരു സിനിമ മത്സരിച്ച് പരാജയപ്പെട്ടെന്ന് വരുത്തി തീർക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ ശ്രമങ്ങളാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും കാണുന്നത്. അതായത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം മമ്മൂക്കയുടെയും അല്ലെങ്കിൽ ആലപ്പുഴ ജിംഖാന പോലൊരു സിനിമ മരണമാസമൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇവിടുത്തെ ചില താരങ്ങളുടെ, പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഫാൻസുകാരെല്ലാം ആ സമയത്ത് നസ്ലിൻ ഫാൻസിലും അല്ലെങ്കിൽ ബേസിൽ ജോസഫ് ഫാൻസിലും ഒക്കെ ആയിരിക്കും. കാര്യം ഇവർക്ക് ഒറ്റ കാര്യമുള്ളൂ, എങ്ങനെയെങ്കിലും മമ്മൂക്കയുടെ ഒരു സിനിമ പരാജയപ്പെട്ടു എന്ന് കാണിക്കണം. ഇപ്പം അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മമ്മൂക്ക ഫാൻസിൻ്റെ എത്ര ആൾക്കാർ ശരിക്കും ബസുക്ക എന്ന സിനിമ കാണാൻ പോയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ആ സിനിമ കണ്ടിട്ടുള്ളൂ. പക്ഷേ ബസുക്ക എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ കാണുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കാര്യം നമ്മൾ ആവർത്തിച്ച് കണ്ട ഒരുപാട് സിനിമകളുണ്ട്, അല്ലെങ്കിൽ ആവർത്തിച്ച് കേട്ടിട്ടുള്ള കുറേ കഥാരീതികളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, കാര്യം ചിലപ്പം എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറ്റേതെങ്കിലുമൊക്കെ കാലത്ത് നമ്മൾ ചിലപ്പം കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതിനകത്ത് ഒരു പുതുമ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഈ സിനിമ കാണുന്ന എല്ലാവർക്കും അറിയാം. കാര്യം എങ്ങനെയാണ് ഈ കഥ പറയുന്ന രീതി എന്നുള്ളത്. കാര്യം കഥ പറയുന്ന രീതി, അതിനോടൊപ്പം ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ബസുക്ക എന്ന സിനിമയ്ക്കകത്ത് കൂടുതൽ ബസ്സിനകത്തിരിക്കുന്ന സീൻ കാണിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഇരുന്നാൽ ഇപ്പം ഉദാഹരണം ബസ്സിലിരിക്കുന്നതിന് പകരം മറ്റൊരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതാവും ഒരു കുറ്റം. ഈ വിമർശിക്കുന്ന ആളുകൾക്ക് അതാവും ഒരു കുറ്റം. എവിടെങ്കിലും ഇരുന്നുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കഥ പറഞ്ഞേ പറ്റൂ. കാര്യം ആ പറയുന്ന കഥയാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. കാര്യം നമുക്ക് സിനിമ കണ്ടവർക്കറിയാം ആര് ആരോട് ആരെ പറ്റിയാണ് ആ കഥ പറയുന്നതെന്ന്. അപ്പോൾ അത് എവിടെങ്കിലും ഇരിക്കാതെ പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ നടന്നുകൊണ്ട് പറയുന്ന കണക്ക് കാണിക്കാൻ പറ്റുമോ? കാര്യം ആ കഥയുടെ രീതി അതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് പല ആളുകൾക്കും ഒരു കഥയുടെ പോക്ക് എന്താണ്, അല്ലെങ്കിൽ കഥയുടെ രീതി എന്താണെന്ന് പോലും അറിയാതെയാണ് പലരും ഇവിടുത്തെ വിമർശകരും നിരൂപകരുമായിട്ട് മാറുന്ന ഒരു കാലം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്കയോ ലാലേട്ടനോ എന്നുള്ളതല്ല ചിന്തിക്കുന്നത്. മമ്മൂക്കയായാലും ലാലേട്ടനായാലും അവർ ചെയ്യുന്ന റോള് ഏതാണ്, അവരുടെ കഥാപാത്രം ഏതാണ്, കഥയുടെ സാഹചര്യം ഏതാണെന്നാണ്. അപ്പം ബസുക്കയ്ക്കകത്ത് ഇങ്ങനെ മമ്മൂക്കയുടെ ക്യാരക്ടർ ഹക്കീം ഷായുടെ അടുത്ത് ഇങ്ങനെ കഥ പറഞ്ഞേ പറ്റൂ. ആ പറയുന്ന കഥയാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന കണക്ക് ഒരു ബസ്സിനകത്ത് അല്ലെങ്കിൽ മറ്റൊരിടത്തിരുന്ന് പറയുന്നു എന്ന് പറയുന്നത്. ഇപ്പം അതുപോലെ അതിനകത്ത് ഓൺലൈൻ ഗെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇപ്പം നമ്മൾ കുട്ടികളെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവർക്കാരെയും കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ ഒരു പോക്ക് നമുക്കറിയാം. ഇതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പം എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്ക്, ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ കണക്ക്, ഒട്ടുമിക്ക ആളുകൾക്ക് ഇപ്പോൾ ഈ ഒരാളിൽ നിന്ന് കേട്ട മറ്റൊരാൾക്കോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുമ്പം ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളോ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ ആദ്യമായിട്ട് കാണുന്ന, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളെല്ലാവരും ആ സിനിമ കാണുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ക്ലൈമാക്സും അല്ലെങ്കിൽ ഒരു വില്ലൻ കഥാപാത്രത്തിൻ്റെ ഒരു എൻട്രി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയത്തക്ക രീതിയിലാണ് ആ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. കാര്യം ഇത്തരത്തിലുള്ള സിനിമകൾ എപ്പോഴും ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ ആ കഥ പറയണം എന്ന് വിചാരിച്ച് തന്നെയാണ് ആ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ എൻ്റെ BGM ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പം മമ്മൂക്ക ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ചില ആൾക്കാർ ചെന്നിട്ട് ഇപ്പോൾ ലാലേട്ടൻ്റെ സിനിമയെക്കുറിച്ച് അതും ഇതും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കയും ലാലേട്ടനും തമ്മിലുള്ള ഒരു ഫാൻ ഫൈറ്റ് നടത്താനുള്ള അവസരങ്ങൾ നിങ്ങൾ ഒരുക്കാതെ നേരെ ബസുക്ക എന്ന സിനിമ തിയേറ്ററിൽ പോയി കാണാൻ നോക്കുക. എനിക്ക് തോന്നിപ്പം മറ്റേതെങ്കിലുമൊക്കെ സിനിമയ്ക്ക് തിയേറ്ററിൽ തിരക്ക് കൂടുന്നുണ്ടെങ്കിൽ അത് ആ പോയി കാണുന്നവരിൽ ചിലപ്പം ബസുക്ക കാണാത്ത മമ്മൂക്കയുടെ ആരാധകരും കാണും. ഇപ്പം നമ്മളിപ്പം മമ്മൂക്കയുടെ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ആരോ പറഞ്ഞ് കേട്ടറിവിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ മമ്മൂക്കയുടെ വിമർശകർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സിനിമ കൊള്ളില്ല എന്നുള്ള മുൻവിധിയോടുകൂടി ചിലപ്പം തിയേറ്ററിൽ പോകാതെ മറ്റാരെങ്കിലും എന്തൊക്കെയോ പറയുന്ന ചില സിനിമകളുടെ പുറമെ നമ്മൾ പോകുമ്പം നമ്മളിപ്പം പോകാതെ കുഴപ്പത്തിലേക്ക് പോകുന്ന സിനിമയെന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട നായകൻ്റെ സിനിമയാണ്. ഇപ്പം നമ്മളെല്ലാവരും ഇപ്പം എന്നെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ ലാലേട്ടനെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ ഷോയ്ക്ക് തിയേറ്ററിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് നമ്മൾ വളരെ ഈ അടുത്ത കാലത്ത്, എനിക്കൊന്ന് കഷ്ടിച്ച് ഒരു വർഷമോ മറ്റോ ആയി കാണുമായിരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഒരു വർഷമോ അല്ലെങ്കിൽ ഏതാനും മാസമോ ചിലപ്പോൾ ആയി കാണുമായിരിക്കും. അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്നെപ്പോലുള്ള ആളുകൾ ഈ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെയൊക്കെ സിനിമയ്ക്ക്, ഇപ്പം ഞാൻ മമ്മൂക്കയുടെ ഒരു സിനിമയ്ക്കൊക്കെ പണ്ട് മുതൽ ആദ്യ കാലത്ത് പോകുന്നതെന്ന് വെച്ചാൽ എനിക്കും വേണമെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വീട്ടിൽ കയറി ഇരുന്നിട്ട് ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് വന്നിട്ട് അവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ട എന്ന് തീരുമാനിക്കാം. പക്ഷെ അതല്ല, എല്ലാ കാലങ്ങളിലും ഏറ്റവും ആദ്യം ഇപ്പോൾ സ്വതന്ത്രമായിട്ട് നമ്മളൊക്കെ സിനിമ കൊണ്ട് തുടങ്ങിയ കാലം മുതൽ ഏറ്റവും റിലീസ് ഡേയിലെ ആദ്യത്തെ ഷോ തന്നെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. ഞാൻ പറഞ്ഞ കണക്ക് സ്വതന്ത്രമായിട്ട് നമ്മളൊക്കെ ഒറ്റയ്ക്ക് ആരുടെ സഹായം ഇല്ലാതെ തിയേറ്ററിൽ സിനിമ കാണാൻ പോയി തുടങ്ങിയ നാൾ മുതൽ
അപ്പോൾ അത് മറ്റൊരാൾ പറഞ്ഞ് അയാളുടെ അഭിപ്രായം കേട്ടിട്ടല്ല നമ്മളൊരു സിനിമയ്ക്ക് പോകണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ ആദ്യം അങ്ങ് പോയി കാണുക, കണ്ടതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ഇപ്പം ഇപ്പോഴത്തെ മമ്മൂക്കയുടെ സിനിമയുടെ കൂടെ റിലീസ് ചെയ്ത പല സിനിമയ്ക്കും മമ്മൂക്ക ഫാൻസുകാർ ഓടി തിയേറ്ററിലേക്ക് പോകുന്നുണ്ട്. അവരോട് പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഇഷ്ടപ്പെട്ട സിനിമകളെല്ലാം കാണാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷേ മമ്മൂക്കയ്ക്ക് വേണ്ടി നമ്മൾ ഇപ്പോൾ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഫാൻ ഫൈറ്റ് നടത്തുമ്പം, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ യൂട്യൂബ് ചാനലുകളിൽ നമ്മൾ നിന്ന് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പോയിട്ട് മമ്മൂക്കയുടെ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ തിയേറ്ററിലേക്ക് പോകത്തില്ല എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു രീതിയാണ്. കാര്യം ഞാൻ പറഞ്ഞ കണക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പല പല സിനിമകളിലും വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറിനെ കുറെ കൂടെ മുമ്പേ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ വരുന്നതിന് മുമ്പേ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ബസുക്ക എന്ന് പറയുന്നത്. അവിടെ തീർച്ചയായിട്ടും ഈ സിനിമ കാണണം. അത് ഓരോ മമ്മൂക്ക ആരാധകനും ഈ സിനിമ കാണണം. ഞാൻ പറഞ്ഞ കണക്ക് അനാവശ്യമായിട്ടുള്ള വലിച്ചു നീട്ടലുകളോ അല്ലെങ്കിൽ പാട്ടുകൾ, അനാവശ്യമായ സ്ഥലത്ത് പാട്ടുകൾ കുത്തിത്തിരികി സിനിമയുടെ ഒരു ഒഴുക്കിനെ ബാധിക്കുന്ന രീതിയിലൊന്നും അല്ല ഈ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു കട്ട് ചെയ്ത് കയറി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക സിനിമ. നമുക്കൊരു ഇഴച്ചിലെന്ന് പറയുന്ന ഒരു സാധനം ഈ സിനിമയ്ക്കകത്ത് ഒരിക്കലും അത് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക സിനിമ. എന്നിട്ട് നമുക്ക് മമ്മൂക്കയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കിടന്ന് വാദിക്കാം. എന്തായാലും ബസുക്ക ഒരു വലിയ വിജയമായി തീരട്ടെ. അതിൻ്റെ കൂടുതൽ കളക്ഷനുകളും കാര്യങ്ങളും ഇനിയും വരാനുണ്ട്. അതിൻ്റെ കളക്ഷൻ പൂർണ്ണമല്ല, ഒരു ഓൾ ഇന്ത്യ കളക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ ഒരു കളക്ഷൻ അവർ പുറത്തു വിട്ടിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, പൂർണ്ണമായിട്ടുള്ള രീതിയിലല്ലാതെയാണ് ഒരു വേൾഡ് വൈഡ് കളക്ഷൻ നിലവിൽ കിടക്കുന്നത്. അതിനകത്തൊരു കറക്ഷൻ എനിക്ക് തോന്നുന്നു ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഉണ്ടാകും. അപ്പോൾ അതിനുശേഷം പൂർണ്ണമായിട്ട് ഈ പറഞ്ഞ കണക്ക് ബസുക്കയുടെ ഒരു കളക്ഷനുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്